ഇനി ചുറ്റും കളർ അടിക്കുന്നുണ്ട്. ചുറ്റും യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ചുറ്റും യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഡാർക്കിൽ തന്നെ എല്ലാ കളർ കൊടുക്കുന്നു. അടുത്തതായിട്ട് ബ്ലൂ കളറാണ്. ഒന്ന് ഡാർക്കിൽ തന്നെ ബ്ലൂ കൊടുത്താൽ മതി. ഇനി അടുത്ത് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഓറഞ്ച് കളറ് അങ്ങനെ ചുറ്റും കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളറ് ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ്. അടുത്തതായിട്ട് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ എടുക്കുന്നു. ഓറഞ്ചിൻ്റെ കൂടെ ഗ്രീനായപ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് നടുക്കുള്ള പേപ്പർ മാറ്റി കൊടുക്കാം. ഇനി ആ യെല്ലോ കളറിന് നമുക്ക് അതിന് ചുറ്റും ഒന്ന് ആക്കി കൊടുക്കാം. റൗണ്ട് ആക്കി എടുക്കണം. ഇനി നമുക്ക് മറൂൺ കളർ ഗ്രീൻ കളറുമായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കിതിൽ വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. വൈറ്റ് കളറിനായിട്ട് വൈറ്റ് ഫാബ്രിക് കളർ എടുക്കുകയാണ്. ഫാബ്രിക് കളർ ഇത് ട്യൂബിൽ വാട്ടർ കളറാണെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും. അതായത് ഇതുപോലത്തെ വാട്ടർ കളറാണെങ്കിൽ നമുക്ക് എടുക്കാൻ പ്രയാസമുണ്ട്. വൈറ്റൊക്കെ നമുക്ക് ലൈറ്റായിട്ട് എടുക്കണമെങ്കിൽ ഇതുപോലുള്ള ഇതുപോലെ നമ്മളിനി അതിനെ ചുറ്റിയെടുക്കണം. ചെറുതായിട്ട് ചുറ്റിയെടുക്കുകയാണ്.
നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ചുറ്റും അല്പം ഒന്ന് ചുവന്ന കളർ എടുക്കണം. അതിനായിട്ട് അത് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ചുവന്ന കളർ കൂടി കൊടുക്കണം. Good morning, everyone. My name is T1T5000. I'm here for assisting you. Not just any powered AI. Watch this, guys. അടുത്തായിട്ട് ഇനിയൊരു നമുക്കൊരു കറുപ്പ് കളറിലൊരു മരം വരയ്ക്കണം. അതുമായിട്ട് ഡാർക്കിൻ്റെ വാട്ടർ കളർ എടുക്കുകയാണ്. ഡാർക്കിൻ്റെ വാട്ടർ കളർ എടുക്കുകയാണ്. അതുമായിട്ട് ഒന്ന് എടുക്കുക. എന്നിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. കുറേ കൊമ്പുകളും And now, let me demonstrate the safety feature. നമുക്കിവിടെ ഒരു കൊമ്പൂടെ വരയ്ക്കണം. കുറച്ച് ഇലകളൊക്കെ കൊടുക്കാം. നമുക്കിവിടെ ഒരു കിളിയെ വരച്ചു കൊടുക്കാം. ഇതൊരിക്കലും ഒരു കിളിയായിട്ട് നമുക്കൊന്ന് വരയ്ക്കാം. അതിനായിട്ട് ഒരു കൊക്ക് ആദ്യം വരയ്ക്കണം. അതിൻ്റെ ബീക്ക് വരയ്ക്കണം. അതിൻ്റെ തല വരയ്ക്കണം. ഇനി അതിൻ്റെ വേറൊരു കിളി വേണമെങ്കിലും ഒരു കുഞ്ഞു വേണമെങ്കിലും വരയ്ക്കാം. ഇനി നമുക്ക് ഇലകളാണ് വരയ്ക്കാൻ പോകുന്നത്. Okay, guys, give me one more chance. The calibration is a little bit off. All work together to achieve optimal performance with T1T5000. പിന്നെ നമുക്ക് ഈ ചെടിയിൽ കുറച്ച് വൈറ്റ് സ്പോട്ട് കൊടുക്കാം. വൈറ്റ് സ്പോട്ട് ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് പൂത്തു നിൽക്കുന്ന ഒരു മരമായിട്ടാണ്. ഇവിടെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ വരച്ച് കൊടുക്കാം. നമുക്ക് എല്ലാ കൊണ്ടയിലും പൂക്കൾ വരച്ച് കൊടുക്കാം. You know what? Since we haven't come to a consensus, I think we should split up. Yeah, to groups. That would give us a higher chance of winning the competition. No, that's not what I meant. It's too extreme.
ഓക്കെ, ഇവിടെ കുറച്ച് പൂക്കളൊക്കെ വീണ് കിടപ്പുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്നൊരു റൗണ്ട് കൂടെ കൊടുക്കാം. അടുത്തതായി ഒരു കില്ലാണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലൂ എന്നിട്ട് ബ്ലൂ കളർ നമ്മൾ എടുത്ത് ബ്ലൂ കളർ കൊടുത്തു. അതിന് നമ്മൾ ഒരു റെഡ് കളർ കൊടുക്കുകയാണ്. റെഡ് പിങ്ക് പോലത്തെ ഒരു കളർ കൊടുക്കുകയാണ്. I managed to swallow, but yes, what he said is not what you're saying. അടുത്തതായിട്ട് ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. ഓറഞ്ച് കളർ കുറേ ട്രീസാണ് ഞാൻ വരയ്ക്കുന്നത്. ഓറഞ്ച് കളർ കൊടുക്കാൻ അടുത്തതായിട്ട്. അടുത്ത് യെല്ലോ കളർ കൊടുക്കുകയാണ്. യെല്ലോ കളറിനായിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് യെല്ലോ കളറ്. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ ആണെങ്കിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി ഗ്രീൻ കളറിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു അടുത്തതായിട്ട് ഇനി അതിന് മരത്തിൻ്റെ നമ്മൾക്ക് ഇങ്ങോട്ട് അതിൻ്റെ ഒരു കളർ കൊടുക്കണം. ഇങ്ങോട്ട് അതിൻ്റെ നമ്മളിപ്പോൾ കൊടുത്ത കളറൊക്കെ ഒന്ന് സ്പ്രെഡ് ഇങ്ങോട്ടാക്കി കൊടുക്കണം. അതൊക്കെ കളറാക്കി കൊടുത്തു. റെഡ് കളറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡർ വരയ്ക്കണം. അതിനായിട്ട് ഞാൻ ഒരു കറുത്ത പെയിൻ്റാണ് എടുക്കുന്നത്. കറുത്ത പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ മരങ്ങൾക്ക് ഓരോ മരത്തിൻ്റെ തടികൾ വരച്ചു കൊടുക്കണം. ചെറിയ ചെറിയ കവടങ്ങളെല്ലാം വരച്ചു കൊടുക്കാം. അവിടെ ചെറിയ ചെറിയ കവടങ്ങൾ വരച്ചു കൊടുക്കാം. ഇതിലും വരച്ചു കൊടുക്കാറുള്ളത്. നമുക്ക് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് ബ്ലൂ കളർ കൊടുക്കാം. ഇതൊക്കെ കുറച്ച് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ബ്ലൂ കളറൊക്കെ കൊടുക്കണം.
ഇനി നമ്മളിനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിനെ വൈറ്റ് കളർ എടുക്കണം. വൈറ്റ് കളർ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇവിടെ ഒരു ഡാർക്ക്നെസ്